ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം, ഒരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം, നമ്മൾ സാധാരണയായി ഹിജാബ് അല്ലെങ്കിൽ പർദ എന്നൊക്കെ പറയുമ്പോൾ അവൾ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ഇറങ്ങുമ്പോൾ, അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ പാലിക്കേണ്ടുന്ന അവളുടെ വസ്ത്രധാരണത്തിൻ്റെ ഇസ്ലാമികമായ ചില മാനങ്ങളുണ്ട്, ചില നിബന്ധനകൾ പാലിച്ചേ പറ്റൂ. അതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുവാനും അവരെ ഒന്നിനും കൊള്ളാത്ത ആളുകളായി ഒരു മൂലയിൽ തളച്ചിടുവാനും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുവാനും അവർക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല എന്ന് സമൂഹത്തെ അറിയിക്കുവാനുമൊക്കെയാണ് ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിൻ്റെയും ബഹുമാനിച്ചതിൻ്റെയും അവർക്ക് വലിയ വില കൽപ്പിച്ചതിൻ്റെയും തെളിവാണ് അവരുടെ കാര്യത്തിലുള്ള പ്രത്യേകമായ ഈ നിബന്ധനകളൊക്കെ. അമൂല്യമായവയ്ക്കാണ് കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആളുകൾ കൽപ്പിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ ലോകത്ത് കണ്ടുവരുന്നതും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വസ്തു വിൽക്കുന്ന കടകളെപ്പോലെയല്ല ഒരു സ്വർണം വിൽക്കുന്ന ഷോപ്പിന് സുരക്ഷ ഒരുക്കാറുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള ആഭരണങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയുമായി വലിച്ചു വാരി പ്രദർശിപ്പിക്കുന്ന ഒരു രൂപവും നമുക്ക് കാണാൻ സാധിക്കാറില്ല. അവയൊക്കെ അവയുടേതായ സ്ഥലങ്ങളിൽ ഭദ്രമായി ആ വിധത്തിലാണ് അതൊക്കെ സൂക്ഷിക്കാറുള്ളത്. മറ്റു കടകളൊക്കെ ഒരുപക്ഷെ ഷട്ടറുകൾ താഴ്ത്താതെയൊക്കെ പലപ്പോഴും കാണുമ്പോഴും അമൂല്യമായ ഇത്തരത്തിലുള്ള സ്വർണവും അതുപോലെയുള്ള രത്നങ്ങളുമൊക്കെ വിൽക്കുന്ന കടകൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണത് കൈകാര്യം ചെയ്യപ്പെടാറുള്ളത്. ഇതൊക്കെ എന്താണ് മനസ്സിലാക്കി തരുന്നത്? അവക്കൊക്കെ വില കൽപ്പിക്കാത്തത് കൊണ്ടല്ല, വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഇതേപോലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകാര ഭംഗികൾ കണ്ട്, ശരീരത്തിൻ്റെതായ ഭംഗികൾ കണ്ട് അങ്ങോട്ട് കണ്ണും നട്ട് അതിലൂടെ പല വിധത്തിലുള്ള ഫിത്നകളും പ്രയാസങ്ങളുമൊക്കെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം മനുഷ്യരിൽ ഏതെല്ലാം വിധത്തിലുള്ള ആശകളും അഭിവാഞ്ചകളുമൊക്കെയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്കാവശ്യമായ നിലക്ക്, അവൾ അപകടപ്പെടാതിരിക്കുവാൻ ആവശ്യമായ നിലക്ക് നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുക തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണേണ്ടത്. അതല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെ എടങ്ങേറാക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ് എന്ന നിലക്കുള്ള പ്രചരണങ്ങളെ അല്ല നാം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടിങ്ങനെ അള്ളാഹു പറയുന്നു? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ അവൾ ധരിക്കുന്ന വസ്ത്രം, അന്യരുടെ ഇടയിൽ അവൾ ധരിക്കുന്ന വസ്ത്രം, അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അത് ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമായിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീ അവരുടെ ശരീരത്തിൽ നിന്ന് ഒന്നും തന്നെ പുറത്തേക്ക് കാണിക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരു സ്ത്രീക്ക് മുഖം വെളിവാക്കാമോ, അവളുടെ മുൻകൈ വെളിവാക്കാമോ എന്നൊക്കെയുള്ളത് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതും ആ വിഷയത്തിലുള്ള നിലപാടുകൾ എന്തായിരിക്കണമെന്നൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ശരീരം മറയുന്ന വസ്ത്രമായിരിക്കണം, അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന,
പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്, അല്ലാ യകൂന സീനത്തൻ ഫീ നഫ്സിഹി, ആ വസ്ത്രം തന്നെയും ഒരു അലങ്കാരമായി കൂടാത്തതാണ്. സ്ത്രീകൾ അവർ ധരിക്കുന്ന വസ്ത്രം, അവർ ധരിക്കുന്ന പർദ്ദകൾ, അപായകൾ എന്നൊക്കെ പറയുന്ന വസ്ത്രങ്ങൾ, അവരുടെ ശരീരം മറയുന്ന ആ വസ്ത്രങ്ങൾ, അത് തന്നെയും ജനങ്ങളെ കൂടുതൽ അട്രാക്റ്റീവാക്കുന്ന നിലക്ക്, ആകർഷണീയത പകരുന്ന നിലക്കുള്ള അലങ്കാരങ്ങളും കൊത്തുപണികളും, ആ വിധത്തിലുള്ള മറ്റുള്ളവരുടെ നോട്ടം, ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്ന വിധത്തിൽ, അങ്ങനെയുള്ള രൂപത്തിൽ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നമുക്കതിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇപ്പൊ സൂറത്തുൻ നൂറിൽ വളരെ കൃത്യമായി നമ്മൾ എന്താണ് പഠിച്ചത്? വലാ യുബ്ദീന സീനത്തഹുന്ന എന്നല്ലേ നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വലാ യുബ്ദീന, അവർ വെളിവാക്കുകയും ചെയ്യരുത്, സീനത്തഹുന്ന, അവരുടെ അലങ്കാരം, അവരുടെ ഭംഗി വെളിവാക്കരുത്. അതിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു സ്ത്രീ അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവളാണ്. അനിവാര്യമായ കാരണങ്ങൾക്ക് അവൾക്ക് പുറത്തു പോകാം, പുറത്തു പോകാൻ പാടില്ല എന്നല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് പുറത്തു പോകാം. ആ പുറത്തു പോകുമ്പോഴുള്ള നിയമമാണ് പറയുന്നത്, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ, അജ്ഞാനകാലത്തെ സ്ത്രീകൾ അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങിയിരുന്നത് പോലെ അവർ പുറത്തിറങ്ങാൻ പാടില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ അലങ്കാരങ്ങളും അവളുടെ ഭംഗികളും അവൾ മറക്കൽ നിർബന്ധമായിട്ടുള്ള ഭാഗങ്ങളുമൊക്കെ മറച്ചുകൊണ്ടല്ലാതെ അവൾ പുറത്തേക്കിറങ്ങരുത്. വസ്ത്രം ധരിക്കുന്നത്, അവൾ അബായ ധരിക്കുന്നത്, പർദ്ദ ധരിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം തന്നെ എന്താണ്? അവളുടെ ഭംഗി മറച്ചു വെക്കാനാണ്. അങ്ങനെ ഭംഗി മറച്ചു വെക്കാൻ വേണ്ടി മറക്കുന്ന അബായ അല്ലെങ്കിൽ പർദ്ദ, അതിൻ്റെ ഭംഗി മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും ഒരു അബായ ഇടേണ്ടുന്നൊരവസ്ഥയാണെന്ന് പലപ്പോഴും ഉള്ളത്. കാരണം ആ അബായകൾ, അതല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിധത്തിൽ അവളുടെ അംഗലാവണ്യങ്ങളെ പുറമേക്ക് കൃത്യമായി തന്നെ കാണിക്കും വിധത്തിലുള്ള, ആ വിധത്തിലാണെങ്കിൽ അത് പാടില്ല. അത് പ്രത്യേകമായി തന്നെ ശേഷം നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ വിധത്തിലുള്ള കൊത്തുപണികളും അതുപോലെ തന്നെ ആഭരണങ്ങളും ചമയങ്ങളും എല്ലാം കൂടി ഡ്രസ്സിൽ തന്നെയും ഒരു പളവളപ്പോടുകൂടി അവർ പുറത്തിറങ്ങിക്കൂടാത്തതാണ്. ജനശ്രദ്ധ പിടിച്ചുപറ്റും വിധത്തിൽ ആ നിലക്കവർ ചെയ്യരുതാത്തതാണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ശാപത്തിന്, അള്ളാഹുവിൻ്റെ കോപത്തിനൊക്കെ വിധേയമായി തീരുന്ന വിധത്തിൽ അവൾ ഒരിക്കലും പുറത്തിറങ്ങിക്കൂടാത്തതാണ്. വളരെ ഗൗരവത്തോടുകൂടെയാണ് നമ്മുടെ സഹോദരിമാരിത് മനസ്സിലാക്കേണ്ടത്. അവരുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് പ്രത്യേകം അവർ തിരിച്ചറിയുക. എത്രത്തോളം വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാതെയായാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ സമൂഹത്തോട് അവിടുന്ന് പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അവരോട് പ്രതിജ്ഞ അവരിൽ നിന്ന് വാങ്ങിയ വേളയിൽ അള്ളാഹുവിൽ നിങ്ങൾ, റബ്ബിൽ നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, മോഷണം നടത്തരുത്, വ്യഭിചാരം നടത്തരുത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ ഭയമോർത്തുകൊണ്ട് കൊന്നുകളയരുത്, ആ രൂപത്തിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരാരോപണങ്ങളും മറ്റുള്ളവരെ കുറിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള വൻപാപവും നിങ്ങളിൽ നിന്നുണ്ടാകരുത്. അതുപോലെ ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാറത്തടിച്ച് നിലവിളിക്കരുത്. അങ്ങനെയുള്ള ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ദുഃഖപ്രകടനങ്ങൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് എന്തും പറഞ്ഞത്? ജാഹിലിയത്തിൽ അഥവാ അജ്ഞാനകാലത്തെ സ്ത്രീകൾ അവരുടേതായ ശരീരത്തിൻ്റെ അംഗലാവണ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരുന്ന പ്രകാരം നിങ്ങൾ പുറത്തിറങ്ങാനും പാടില്ല എന്ന്
സ്ത്രീ സമൂഹത്തെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പ്രതിജ്ഞ എടുപ്പിച്ചതാണ്, അവരിൽ നിന്ന് കരാർ വാങ്ങിയതാണ് എന്ന് നമ്മുടെ മുസ്ലിം സഹോദരിമാർ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം അത് ഗൗരവമാണ്. വ്യഭിചാരത്തോടും അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ പാപമായ ശിർക്കിന്റെ കാര്യവും അതൊക്കെ പറഞ്ഞതിൻ്റെ കൂടെയാണത് പറഞ്ഞത് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന് വെറുപ്പുള്ളൊരു വേഷവിധാനം സഹോദരിമാരെ നമുക്കുണ്ടാകാൻ പാടില്ല.